ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നട്ടുച്ച വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയി. ചപ്പാത്തിയും ഇഷ്ടമായിരുന്നു രാവിലെ. ചോറായിട്ടുണ്ട്, നമ്മുടെ മുരിങ്ങയില താളിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഹർത്താലാണ്, അപ്പോൾ അത് കാരണം കടകളും കാര്യങ്ങളും ഒന്നുമില്ല. കണക്കുട്ടി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചെല്ലാൻ പറ്റും. ഞാൻ ഒന്ന് കിടന്നു കുറച്ച് നേരം, ഒരു 10 മിനിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി ചെന്നിട്ടില്ലെങ്കിൽ ആള് തെറ്റും. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പോയി നോക്കാം. മീൻ കിട്ടൂല്ലേന്ന് അറിയില്ല. പാടൊക്കെ നിറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാനും പൂജിറ്റിയും കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ഡോർ അടച്ചോളൂ, അതൊക്കെ അടച്ചോ, പൂച്ച കയറും. പോയൊക്കെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ആരോ മെസ്സേജും കോളൊക്കെ വരും, അമ്മ വിളിക്കണ്ടേ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ഗൈസ്, നല്ല കാറ്റുണ്ട് ഇപ്പോൾ. എന്നാലും കുടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യാണെങ്കിൽ മഴ കൊള്ളണ്ടല്ലോ അല്ലേ? കൊള്ളണ്ട. പോയിട്ട് നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാൻ. കഞ്ഞുണ്ണി ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് പറിക്കാനായിട്ടോ പൂജിച്ച് പോകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് പോകുമ്പോൾ പറിക്കണം. പക്ഷെ എന്താ അറിയാം, എണ്ണ കാച്ചണമെങ്കിൽ 1 ലിറ്റർ എണ്ണയ്ക്ക് 300 സംതിങ് കൊടുക്കണം വെളിച്ചെണ്ണ. കാറ്റുന്നുണ്ടോ ഇവിടെ? നോക്കി മഞ്ഞപ്പൂവിൻ്റെ അവിടെ ഇരുന്നിട്ട് നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടോ? പണ്ട് 2 കൊല്ലം മുന്നേ അതുണ്ടല്ലേ. പോവാ. ഇവിടെയൊക്കെ അന്ന് നല്ല വെള്ളം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി. വെള്ളം ഉണ്ടല്ലേ. ഞാൻ വന്നൊരു മീൻ കിട്ടും. ഗൈസ് തരൂ, ചൂണ്ട തരുന്ന എങ്ങനെ. വെയിലാണ്, ഞങ്ങളിവിടെ ഇരിക്കുക. മീൻ പിടിക്കാനുള്ളവര് അവിടെ ഉണ്ട്. കുട കൊടുത്തോണ്ട് നന്നായി. ഇപ്പൊ കിട്ടും ഗൈസ്, വലിയ മുട്ടൻ സ്രാവ്. ഒരു സ്രാവ് അതാ പ്രൊഫഷണലാ. കിട്ടി 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 കിട്ടി. വെരി കണ്ടറിയാ. 2 ട്രൗസർ എന്തിനാ 1 ഇട്ട് കൊണ്ടുപോകാനാ? അഥവാ മൂട് കയറിയാലോ. ഇതൊക്കെ തിരുമ്പേണ്ടത് ഞാനാണ് ഗൈസ്. അതേ ഉള്ളൂ ഗൈസ് ആകെ പണി. അതെങ്കിലും ചെയ്യട്ടല്ലേ. അതുകൊണ്ടാണ് 2 ടീഷർട്ട് 2 ട്രൗസറൊക്കെ ഇടുന്നത്. എന്ത് പയ്യാടി ടീഷർട്ട് ഇട്ടിട്ടിയാ ചേച്ചിനെ കുട്ടി കൊഞ്ചിന് കുക്കുമണി. കായലിൻ കരയിലെ തോണിപ്പോലെയാ. ഒപ്പം ചാടണ്ട. കിടന്നുറങ്ങിയാ മതിയായിരുന്നു. എടാ നാണല്ലാത്തവനെങ്കിൽ എത്ര പ്രാവശ്യം വിളിച്ചു എന്നിട്ടേ പോണില്ലല്ല. ഞാൻ കിടക്കാം. അതല്ല, ഈ സാധനം ഇടുമ്പോ ഒപ്പം കണ്ണനും പോകണ്ട. വരുത്തിയിട്ട് അപമാനിക്ക. ആരും വിളിച്ചിട്ടില്ല. പോയി ആവുന്ന പണി നോക്കിയിട്ട് മേലെ നിന്നിട്ട് കിട്ടാഞ്ഞിട്ട് ഇത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തോടിൻ്റെ ഒരു പക്കത്ത് ഇങ്ങനെ കുറച്ച് വെള്ളമില്ലാത്ത ഭാഗമുണ്ട്. അവിടെ നിന്നിട്ടൊക്കെ ഇട്ടോണ്ട്, പക്ഷെ ആൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അടുത്തത് ഇൻ്റെ ഊഴാണേ. പറഞ്ഞാൽ വേണമെങ്കിൽ പറഞ്ഞോളൂ. വേഗം പറഞ്ഞ ഒഴിക്കലട് കൊണ്ടേറ്റ്. അപ്പൊ ആ ഒഴിക്കൽ അങ്ങനെ പോയിക്കോളൂ. നോക്കാം. ഇവിടെ കുടുങ്ങിട്ടോ. അത് അങ്ങനത്തെ സുല്ലാണേ. നമ്മളെല്ലാത്തിനും ക്ഷമ വേണം. കണ്ടോ മീനാ കൂത്തണം. കണ്ടോ എവിടെ? അത് ഒഴുക്ക് വലിക്കാണ്. അയ്യ, ഒഴുക്ക് വലിക്കല്ല. ഉള്ളിക്കടി കൊണ്ടുപോയപ്പോ കാട്ടിയാണ്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ വലിച്ചിരുന്നില്ല ശരിക്കും മീന്. പിന്നെ മുണ്ടരുത്. അസൂയാണ്. ഇതിന്റെ ബാക്കി അസൂയാണ്. കൊറേ പിടിക്കണോണ്ടേ. ആരാ പറഞ്ഞേ? ഞാനത് വലിച്ചു തരും. അങ്ങനെ നിന്നോളൂ. മനം കളയാതെ ഒന്ന് കുട്ടിക്ക് വീട്ടിലേക്ക് പോവായിരുന്നു. ഇതിലിട്ടു. ഒന്ന് ഓഫ് ചെയ്തോ വെറുതെ.
1 minute later. 1 hour later. എടുത്തിട്ടുണ്ടേ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ. മതി പോവാ. ലാസ്റ്റ് പരീക്ഷണം ഓക്കെ. ഇത് കിട്ടും കണ്ണ. എൻ്റെ കാണാൻകുട്ടിക്ക് ഒരു പൊരിക്കനെ ആ പൊരിച്ചാൻ തരും. ബാപ്പ തരുന്ന ചക്കക്കുടൻ പൊരിക്കും. പൊരിക്കും. എന്തൊക്കെ തോന്നുന്നു ഈ ഏര അതിന് പറ്റിയിട്ട്. അതാണ് പോവാ. മൈദയാണ് വേണ്ടാർന്ന്. ശരി ഗൈസ്, ഞങ്ങളുടെ പോവാണ് ഗൈസ്. ബൈ, സി യു. ഒടുവിൽ നിങ്ങൾ ഈ പരിശ്രമം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അമ്മ കുടുങ്ങിയായി. ഏതില്? ഇതിലാ മതി. പറഞ്ഞ പോരെ. നമ്മളൊക്കെ അറിഞ്ഞിട്ട് അയ്യോ നീ എന്താട്ട് ഇതവിടെ ഇട്ടോളൂ. ആകെ കെട്ടുപിടിക്കിപ്പോയി. ഓ അല്ലെങ്കിൽ ഇപ്പം ഇതിൽ കുറേ കിട്ടിയിട്ട് പോകാൻ അങ്ങോട്ട്. ഞാൻ അമ്പലം കാണിച്ചു കൊടുക്കട്ടെ എൻ്റെ ഗായ്സിന്. ഒരുപാട് മീനെ കിട്ടി ഗായ്സ് എന്ന് ഞാൻ വെറുതെ. കഞ്ഞുണ്ണി കണ്ട ഒരാവശ്യം നേരത്തെ പറിക്കണില്ല. വെളിച്ചെണ്ണ മേടിക്കാണ്ട് വെറുതെ പറിച്ച് വിട്ടായിട്ടല്ല ഇപ്പോൾ പോകുന്നത്. ഇങ്ങനെ ഓരോരോ പൊട്ടത്തരം കാണിക്കും. അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നെങ്കിലോ. അയ്യോ അയ്യോ എടോ നിൽക്കടാ. കള്ളിയങ്കാട്ട് നീലി പോണ പോലെ നിൽക്കടാ. ചക്കക്കൂട്ടാനും കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കേണ്ട സമയമായി പോയത് ആ പൊട്ടൻ കാരണം. പൊട്ടൻ്റെ കൂടെ എവിടെ പോയാലും ഇതവസ്ഥ. മഴ വരുന്നുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ചായ ഉണ്ടാക്കണം. എന്തൊരു മൂടി പിടിച്ച പോലെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ. നമ്മുടെ ഫോണ് വീണേ മുതൽ ഇങ്ങനെ ഒരു മൂടലുണ്ട് ഇതിന്. മഞ്ഞ മൂടൽ. ഇവിടെ കുഴപ്പമില്ല. ശ്വാസം കിട്ടണം. ഇതാണ് ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കണ വീട്. എല്ലാവരും ചിലപ്പോൾ ഷോർട്സൊക്കെ കാണുമ്പോൾ വിചാരിക്കും അത് നമ്മുടെ വീടാണ്. അല്ല ഗൈസ്, നമ്മുടെ വീട്. പക്ഷെ ഇതും നമ്മുടെ വീടല്ല. പക്ഷേ അയ്യോ എന്തൊക്കെ ഇതൊരു ഇന്നലെ ഉണ്ടാക്കി വെച്ചതായോണ്ട് ഇന്ന് കഴിഞ്ഞാൽ മതി. അയ്യോ ഇല്ലേ പിന്നെ നമ്മൾ ആ പണി ചെയ്യണ്ടെന്നറിഞ്ഞു അല്ലേ. ചക്കക്കൂട്ടാనికి നല്ല മത്തിക്കറി വേണമായിരുന്നു. ഇത് മധുരം ഉണ്ടാവില്ലല്ലോ. എന്തേ കഴിക്കാൻ വേണ്ടിയിട്ടാ? അല്ല, ചക്ക കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ മധുരം ഉണ്ടാവില്ലല്ലോ ചോദിക്കാം. എനിക്ക് ഇളം പുളിപ്പുള്ള മധുരമുള്ള ചക്കക്കൂട്ടാൻ ഉണ്ടാക്കണം ഇഷ്ടം. ഇത്തിരി മധുരമുണ്ട് പക്ഷെ അല്ല. നമ്മൾ കുറച്ചുണ്ടാക്കണോട്ടോ. വെറുതെ ഉണ്ടാക്കി കൊണ്ട് കളയണ്ടല്ലോ. കുറച്ചുണ്ടാക്കിയാൽ മതി. പോരെ? മതി. ഇത് നാളെ നമുക്ക് നല്ല ഉപ്പട്ടക്കൊട്ടല്ല പുഴുങ്ങ വെളിച്ചെണ്ണ അങ്ങനെയും കഴിക്കാം. ഇനിയിപ്പോൾ ചമ്മന്തി കൂട്ടി കഴിക്കേ കഴിയാറായി. അപ്പോൾ പിന്നെ നമുക്ക് ഏതൊക്കെ തരത്തിൽ കഴിക്കാമെന്നൊക്കെ പൂതികളൊക്കെ കഴിക്കാം. അപ്രതീക്ഷിതമായി കിട്ടിയൊരു ചക്കയാണ്. ഞങ്ങൾക്ക് ആളെപ്പോലും അറിയില്ല. ചക്ക വേണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആളറിയണമെന്നൊന്നുമില്ല. ചക്കയും മാങ്ങി അല്ലേ. പിന്നെ കൊടുന്നു കഴിഞ്ഞപ്പോഴാക്കി അയ്യോ ആരപ്പ തന്നത്. അപ്പൊ ഇതൊക്കെ അരിഞ്ഞെടുക്കട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് കാണാം. രണ്ട് ചക്കക്കുരും കൂടെ ഇടാം. അതിന് തിരയത്രൻ്റെ മക്കളെ സങ്കടമുണ്ട. നമ്മളായിട്ട് സങ്കടമാക്കണ്ട. നല്ല വേവണ ചക്ക തോന്നുന്നുണ്ട് കേട്ടോ. മറ്റേ പഴഞ്ചക്കല്ലേ അതാ തോന്നി. ഒരു കൂട്ട ഞങ്ങളിവിടെ പഴയ കൈ പോവും.
അപ്പം ഇത്രയും ചക്ക മതി. ബാക്കി നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നാളേക്ക് മാറ്റി വയ്ക്കാം. ഇത്തിരിയൊക്കെ ഈ പഴഞ്ചക്ക ആയ കാരണം വെള്ളം ഇറങ്ങിയിട്ടേ അങ്ങനെ കേടായ ഗുണമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്രയും മതി. ഇത് വെച്ചിട്ട് കുഞ്ഞൊരു ചക്ക കൂട്ടാം. നമുക്ക് നാളേക്ക് പുഴുങ്ങാം. ഓക്കെ ഓക്കെ. വേസ്റ്റ് ചക്ക കേട്ടോ. അയ്യോ, നമുക്കിത് കുക്കറിൽ വേവിച്ചിട്ട് ചേർക്കാം അല്ലേ? അപ്പോഴേക്കും ഓളത്തിലാണ്ടേ. അപ്പൊ ചക്ക ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ചക്ക കരിഞ്ഞിട്ട് ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടി, എന്നിട്ട് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുക. ഒരു 2-3 വിസിലാവണ വരെ അങ്ങനെ ഇരിക്കട്ടെ. നല്ലോണം വെന്തോണ്ടായാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ചക്കക്കൂട്ടാനായാലും കപ്പപ്പുഴുക്കായാലും ഒക്കെ ഇഷ്ടം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അതിലേക്ക് അരപ്പാണ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. നാളികേരം ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ പറയാറില്ലേ നാളികേരത്തിന് നല്ല വില. അപ്പോൾ കുറച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ പകുതി ഞാൻ വേറെ എന്തോ കറിക്ക് വേണ്ടി എടുത്തായിരുന്നു. പകുതി ഇപ്പം നമ്മൾ ഇതിലേക്കും കൂടെ എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിരവൊക്കെ കഴുകി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മളൊരു 2-3 ചെറുള്ളി, 2-3 പച്ചമുളക്, 2-3 വെളുത്തുള്ളി, നല്ല ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. വേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്, മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് ഒരൊറ്റ കറക്കൽ, ആ കറക്കൽ മാത്രം മതി. നല്ലോണം അറിയണ്ട, വെള്ളം ഒഴിക്കുകയും വേണ്ട. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനും കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ചെയ്യുമ്പോൾ ഒരോളത്തിന് അങ്ങോട്ട് പറഞ്ഞു പോയിന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചതച്ചൊതുക്കിയിട്ട് നമുക്കത് അരപ്പ് മാറ്റി വയ്ക്കാം. കറണ്ട് എപ്പോഴാണ് പോകാമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. ഇവിടെ ഒരു കോഴിക്കുഞ്ഞ് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ കോഴിക്കുട്ടിയാണ്. അത് കീക്കിച്ചിട്ട് കുറേ നേരമായി. അതിൻ്റെ സൗണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നമുക്ക് വെന്ത് ഉടഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. ചക്കക്കൂട്ടാൻ പറ്റിയ ചക്കയാണ് കേട്ടോ. അത് ഞാൻ പറയുമ്പോൾ ഒരു 2 വിസിലിനൊക്കെ അടിപൊളിയായിട്ട് വെന്തായിരുന്നു. എന്തായാലും ഞാൻ 3 വിസിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലോണം വെന്ത് അതൊന്ന് ഉടച്ച് നമ്മുടെ അരപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചു. ഇനി അതൊന്നും ഇങ്ങോട്ട് പച്ചമണം മാറിയിട്ട് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് കഞ്ഞിയിലേക്കായാലും വെറുതെ കട്ടൻ ചായക്ക് കുടിക്കാനായാലും എല്ലാം ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അന്ന് ചോറന്നെ വേണമെന്നില്ല. ഇതുപോലെ ആയിരുന്നു എൻ്റെ അച്ഛൻ കേട്ടോ. നല്ല ഇഷ്ടമായിരുന്നേ. അങ്ങനെ നമ്മുടെ ചക്കലശ്ശേരി അല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് എല്ലാം റെഡി ആയിട്ട് നമ്മൾ കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടെ താളിച്ച് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഇതാ വിളമ്പിയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പൂച്ചിട്ടിക്കാണ് വിളമ്പണ്. ഞാനും പൂച്ചിട്ടിയും കൂടെ ഇപ്പം കഴിക്കാൻ വിചാരിച്ചു. കണ്ണൻകുട്ടി കുളിക്കുകയാണ് കേട്ടോ. ആ പാടത്തുനിന്ന് ചേറിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനോട് പോയി കുളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവനുള്ളത് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛയ്ക്കൊക്കെ ഈ ഒരു ചക്കക്കൂട്ടാൻ വെക്കണമെന്ന് കപ്പപ്പുഴുക്ക് വെക്കണമെന്നൊന്നും ചോറ് വേണ്ട കേട്ടോ. ഇതാണ് വയറ് നിറയെ കഴിക്കുക. അതുപോലെ തന്നെയാണ് എനിക്കും. എനിക്ക് ഈ വക സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളും വേണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ വയറ് നിറയെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ചോറിലേക്കുള്ളതും കൂടെ മാറ്റി വെച്ചു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടമാട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വൈകുന്നേരമായി. ഇനി ഇതൊക്കെ ഒന്ന് ദഹിക്കണമല്ലോ നമ്മൾ കഴിച്ചത്. ദഹിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പരിപാടിയുടെ സമയമായി. എല്ലായിടവും ഒന്ന് അടിച്ചു വാരി. ഇന്നിപ്പോൾ തുടക്കണില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ തുടച്ചിട്ട് അങ്ങനെ അലമ്പും കാര്യമൊന്നുമില്ല. രണ്ടാമത് എൻ്റെ കൈക്ക് നല്ല പെയിൻ ഉണ്ട്. നമ്മൾ ആ ചക്ക അങ്ങനെ മുറിച്ചില്ലേ, ചക്ക വെട്ടിയപ്പോൾ കൈയിൻ്റെ പെയിന് രണ്ടാമതും ഇളകി ഗൈസ്. ഇനി അതൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ദൈവം തമ്പുരാനെ വിളിക്കണം എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ വിളക്കൊക്കെ വെച്ചു. ഇനി രാത്രിയാകുമ്പോഴത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. രാത്രിയാകുമ്പോഴത്തേക്കുള്ള രാവിലേക്കുള്ള പിറ്റേ ദിവസം രാവിലേക്കുള്ള ഒരുക്കങ്ങൾ. ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ടു. നാളേക്കുള്ള കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി റെഡിയാക്കി വെച്ചു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയാൽ രാവിലെ ഇപ്പോൾ ഒരു 5 മണിക്ക് നീക്കേണ്ടത് 5:30 നീറ്റാൽ മതി. അരമണിക്കൂർ നമുക്ക് ലാഭമായില്ലേ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുകൊണ്ട് തന്നെ നമുക്കൊരു 1 മണിക്കൂറൊക്കെ നേരത്തെ നീക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 6 മണിക്കൊക്കെ നീറ്റാൽ ഇവർ പോകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും 7 മണി 1 മണിക്കൂറിൻ്റെ ഉള്ളിലാവും. പക്ഷേ വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് 2-2.5 മണിക്കൂർ നേരത്തെ നമ്മൾ ചെയ്യേണ്ടി വരും. ഒക്കെ കുറച്ച് 2 മണിക്കൂർ വേണം, സമയം എടുക്കാം, നമുക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റ് മഴയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നീക്കാൻ വൈകും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത്
ഈ കഷ്ണങ്ങളൊക്കെ ആക്കി കിഴങ്ങും ഉള്ളിയും എല്ലാം ആക്കി വെച്ചിട്ട് കഴുകി ഫ്രിഡ്ജിൽ വെച്ചു. ഉപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മുടെ ഉപ്പ് പാത്രത്തിൽ ഉപ്പ് തീരാൻ പാടില്ല പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എന്തില്ലെങ്കിലും ഈ ഉപ്പിൻ്റെ ഒരു പാക്കറ്റ് എക്സ്ട്രാ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭരണിയിലാക്കിയിട്ട് അവിടെ എല്ലാം കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം. എന്നാലാണ് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് നമ്മുടെ കിച്ചൺ തന്നെ കണ്ടിട്ട് വാവ് എന്ന് പറയാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടിട്ട് നമുക്കിനി കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കും ഞാനും പൂജിട്ടയും കൂടെ. കണ്ണൻകുട്ടി നേരത്തെ അവൻ്റെ കാര്യമായി അവൻ കിടന്നുറങ്ങും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ സമയത്താവും എന്തെങ്കിലും ഫേസ് പാക്ക് ഇടാനോ ഈ പറഞ്ഞ പോലെ സാരി ഉടുത്ത് കളിക്കല്ല കേട്ടോ, നമുക്ക് ഉടുക്കാൻ തോന്നി അങ്ങനെയൊക്കെ ഓരോ വേഷം കെട്ടൽ രാത്രിയിലാണ്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പാതിരാക്കോഴികളല്ലേ പാതിരാക്കോഴികളുടെ പോലെ ഒരുപാട് നേരം വൈകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത്രയും ധൃതിയിൽ കാട്ടിക്കൂട്ടുന്ന വേറെ പണി ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലുമൊക്കെ ഓരോ പൊട്ടത്തരം കാട്ടിക്കൊണ്ടിരിക്കണം. ഈ കുട്ടികളുടെ കൂടെ കൂടുമ്പല്ലേ ഞാൻ മിക്കതും ഞാൻ മറക്കാറുണ്ട് കേട്ടോ. ഞാൻ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെയെന്നൊക്കെ. പക്ഷെ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മാറ്റാൻ ഞാൻ നോക്കിയാലും അതങ്ങനെ നടക്കാറൊന്നുമില്ല. അപ്പോൾ അതതിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.